ഓം പ്രഹ്ലാദ വരദായ നമ. നമ്മൾക്ക് ഉറപ്പായും മനസ്സിൽ വന്നിരിക്കുന്ന ഒരു സംശയമായിരിക്കണം. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടാണ് ഈ യോഗിമാരൊക്കെ ഹിമാലയത്തിലും അല്ലെങ്കിൽ ഉയർന്ന പല പർവ്വതങ്ങളിലും പോയി തപസ് ചെയ്യുന്നത്? നമ്മൾക്കറിയാം, നമ്മളുടെ ഭഗവതിയുടെ ശക്തിയുടെ ഒരു പേര് തന്നെ പർവ്വതപുത്രിയായ പാർവതി എന്നാണ്. അപ്പോൾ പർവ്വതവുമായി ബന്ധപ്പെട്ട് ആത്മീയതയ്ക്ക് പണ്ട് മുതലേ സ്ഥാനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിലൊന്ന് നമ്മൾക്ക് ഏവർക്കും ഊഹിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ്. മറ്റു മനുഷ്യരുമായിട്ടുള്ള സമ്പർക്കം നിർത്താൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയാണ് പലരും ഹിമാലയം തിരഞ്ഞെടുക്കുന്നത്. ഈ സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പലരും ഹിമാലയത്തിൽ പോകുന്നത് പല മനുഷ്യരുമായി ഇടപഴകാതിരിക്കാനാണ്. നമ്മൾ തന്നെ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഒരു മനുഷ്യനുമായി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സുഖദുഃഖങ്ങളെല്ലാം നമ്മളുടെ മനസ്സിനെ അലട്ടുന്നതാണ്. അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മളെയും പലതരത്തിലുള്ള ചിന്തകളിലേക്കും കൊണ്ടെത്തിക്കും. അങ്ങനെ കുരങ്ങനെ പോലെ ഒരു ജില്ലയിൽ നിന്ന് മറു ജില്ലയിലേക്ക് നമ്മളുടെ മനസ്സ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കും, ഒരിടത്ത് നിലനിൽക്കില്ല. നമ്മളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് പല സമൂഹത്തിനിടയ്ക്ക് ജീവിക്കുന്നതുകൊണ്ടാണ്. ആ സമൂഹത്തിൻ്റേതായ പലതരത്തിലുള്ള ടെൻഷൻ, പലതരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ പോകാറുണ്ട്, ചിന്തകളിലേക്ക് പോകാറുണ്ട്. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും. അപ്പോൾ മനസ്സിനെ ഏകാഗ്രതപ്പെടുത്തിക്കൊണ്ട് ദൈവമെന്ന, ഭഗവാനെന്ന ഒരു ചിന്തയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കാനാണ് ഏതെങ്കിലും ഒരു മന്ത്രസാധനയോ അല്ലെങ്കിൽ യോഗാ സാധനയോ ഒക്കെ ചെയ്യാനായി മറ്റു മനുഷ്യരുടെ ചിന്താധാരകൾ അവരെ നിയന്ത്രിക്കാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ ചിന്തയിൽ ആഴ്ത്താതിരിക്കാൻ വേണ്ടിയാണ് പല മഹായോഗിമാരും ഹിമാലയം പോലുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള ആത്മീയ കേന്ദ്രങ്ങളായിട്ടുള്ള പല പർവ്വത നിരകളും തിരഞ്ഞെടുക്കുന്നത്. ഇതാണ് ഒന്നാമതായി നമുക്ക് പറയാൻ സാധിക്കുന്നത്. രണ്ട്, നമ്മൾക്കറിയാം, പലതരത്തിലുള്ള പർവ്വതങ്ങൾക്ക് ഉയരം കൂടുന്നതിനനുസരിച്ച് അവിടെയുള്ള ഓക്സിജന് വ്യത്യാസം വരും. അത് പല മനുഷ്യരുടെയും ശരീരത്തിന് താങ്ങാൻ സാധിക്കുന്നതാവില്ല. പക്ഷേ ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി അദ്ദേഹത്തിൻ്റെ യോഗാ സാധനകൾക്ക് പറ്റിയതാണ് എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പല പർവ്വതങ്ങളും ഔഷധ സസ്യങ്ങൾ കൊണ്ടും പലതരത്തിലുള്ള നദികൾ കൊണ്ടുമൊക്കെ ആത്മീയമായി സമ്പുഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ വായുവിന് തന്നെ ഒരു ആത്മീയ ശക്തിയുണ്ട്. നമ്മളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മളെ ഒരു ആത്മീയ തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ശക്തിയുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, പല സിദ്ധന്മാരും യോഗിമാരും ഒക്കെ തിരഞ്ഞെടുക്കുന്ന പർവ്വതങ്ങൾക്ക് ചുറ്റും പല ഔഷധ സസ്യങ്ങളും കണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള പ്രദേശമാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അത് അവരുടെ ആത്മീയമായും ശാരീരികമായും മാനസികമായും ഒക്കെ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പല പർവ്വതങ്ങളും തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു പർവ്വതം തിരഞ്ഞെടുക്കുകയല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഒരു പർവ്വതം തിരഞ്ഞെടുക്കുന്നത്. ഇനി വേറെ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് ഒരു യോഗി ഒരു പർവ്വതം തിരഞ്ഞെടുക്കുന്നതിൻ്റെ കേന്ദ്ര ബിന്ദുവായി കണക്കാക്കപ്പെടുന്ന കാര്യമെന്ന് പറയുന്നത്, ആ യോഗിയുടെ ആത്മീയ ഊർജവുമായിട്ട് ഒരുപോലെ പോകുന്ന പർവ്വതമായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ ഹിമാലയത്തിൽ തന്നെ ബദ്രീനാഥുമുണ്ട്, കേദാർനാഥുമുണ്ട്. കേദാർനാഥിൽ നമ്മൾ കൂടുതൽ കണ്ടുവരുന്നത് ശിവഭഗവാന്റെ അല്ലെങ്കിൽ ശൈവ പാരമ്പര്യം മുന്നോട്ട് കൊണ്ടുപോകുന്ന യോഗി വര്യന്മാരെയാണ്. ശൈവ പരമ്പരയിലുള്ള യോഗി ഗുരുവര്യന്മാരെയാണ് നമ്മൾ കാണാറ് കൂടുതലും. എങ്കിൽ ബദ്രീനാഥിൽ വൈഷ്ണവം അല്ലെങ്കിൽ വൈഷ്ണവ സന്യാസ രീതിയിൽ മുന്നോട്ട് പോകുന്ന സന്യാസി വര്യന്മാരെയും യോഗി വര്യന്മാരെയുമാണ് കാണുന്നത്. ഇവിടെ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഒരു ഉത്തരം ലഭിച്ചു കാണും. അതുപോലെ തന്നെ ഇപ്പോൾ വൃന്ദാവനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ കൂടുതലും കണ്ടുവരുന്നത് വൈഷ്ണവ സന്യാസിമാരെ ആണെങ്കിൽ ഞാൻ പറയുന്നത് ഇത് പർവ്വതം മാത്രമല്ല, ഓരോ ആത്മീയ കേന്ദ്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇനി അരുണാചലത്തിൽ പോവുകയാണെങ്കിൽ അരുണാചലം എന്ന് പറയുന്നത് അഗ്നിശിവലിംഗമാണ്, അഗ്നിശിവനാണ് എന്ന് തന്നെ പറയുന്ന ഒരു ആത്മീയ കേന്ദ്രമാണ്. അവിടെ കണ്ടുവരുന്ന സിദ്ധന്മാരും യോഗിമാരുമൊക്കെ ശൈവ യോഗ അല്ലെങ്കിൽ സിദ്ധ പാരമ്പര്യം പിന്തുടരുന്ന യോഗിമാരും സിദ്ധന്മാരുമൊക്കെയാണ് അവിടെ കണ്ടുവരാറ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഔഷധങ്ങളും അവിടെയുണ്ട്. ഗിരിവലം വെക്കുന്നത് തന്നെ ശിവന് വെക്കുന്ന വലമാണ് എന്നാണ് പറയുന്നത്, ശിവലിംഗത്തിന് വെക്കുന്ന വലമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പുണ്യമായി ആ മലയെ തന്നെ ഒരു ശിവലിംഗമായി കണക്കാക്കുകയാണ്. അപ്പോൾ അവിടെ കണ്ടുവരുന്നത് ശൈവ പാരമ്പര്യം പിന്തുടരുന്ന യോഗിമാരാണ്. എന്തുകൊണ്ടാണ് പല യോഗിമാരും വൈഷ്ണവം അല്ലെങ്കിൽ ശാക്തേയം, ഇപ്പോൾ ശാക്തേയരാണെങ്കിൽ താന്ത്രികമാണ് അവരുടെ വിഷയമെങ്കിൽ അവർ കാമയ്ക്ക് തിരഞ്ഞെടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് കാമയ്ക്ക് തിരഞ്ഞെടുക്കാറ്? അല്ലെങ്കിൽ വൈഷ്ണവ ദേവി ക്ഷേത്രം, അങ്ങനെ പലതരത്തിലുള്ള
ശക്തി പീഠങ്ങൾ തിരഞ്ഞെടുക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ. നമ്മളുടെ ഭാരതം എന്ന് പറയുന്നത് ദേവഭൂമിയാണ്. പല ദേവന്മാരെ സംബന്ധിക്കുന്ന പല എനർജി പോയിൻറ്റ്സ് അല്ലെങ്കിൽ ശക്തി കേന്ദ്രങ്ങളും നമ്മളുടെ ഭാരതത്തിൽ തന്നെ നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ പല യോഗി വര്യന്മാരും അവരുടെ ദേവൻ അല്ലെങ്കിൽ അവരുടെ ആത്മീയ തലം എവിടെയാണോ, ദേവൻ ഏതാണോ, ഇഷ്ടദേവൻ ഏതാണോ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ സാധനാ പദ്ധതി ഏതാണോ, ഏത് പരമ്പരയിലാണോ ഞാൻ വരുന്നത് എന്നൊക്കെ നോക്കിക്കൊണ്ട് അവരുടെ ആത്മീയ ഊർജവും അല്ലെങ്കിൽ ആ ദേവൻ്റെ ഊർജവും ഒരേപോലെ ഉള്ള ഏതെങ്കിലും ഒരു കേന്ദ്രം തിരഞ്ഞെടുക്കും. അതാണ് നമ്മൾ കണ്ടുവരുന്ന പല പർവ്വതങ്ങളും. ഇപ്പോൾ അരുണാചലത്തിൽ പോകുന്ന ഒരാളുടെ ലക്ഷ്യം ശിവഭഗവാന്റെ സാക്ഷാത്കാരമായിരിക്കാം. ബദ്രീനാഥിൽ പോകുന്ന ഒരാളുടെ ലക്ഷ്യം വിഷ്ണു ഭഗവാന്റെ സാക്ഷാത്കാരമായിരിക്കാം. ഇനി നരസിംഹഘാട്ടിൽ പോയി ഒരാൾ തപസ് ചെയ്യുകയാണെങ്കിൽ അയാളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നരസിംഹ ഭഗവാനെ, അല്ലെങ്കിൽ ഇപ്പോൾ അഹോബിലത്താണ് പോകുന്നതെങ്കിൽ അതായിരിക്കാം ലക്ഷ്യം. നരസിംഹസ്വാമിയുടെ സാക്ഷാത്കാരമായിരിക്കണം ലക്ഷ്യം. അല്ലെങ്കിൽ വൃന്ദാവനത്തിൽ പോകുന്നെങ്കിൽ കൃഷ്ണൻ്റെ സാക്ഷാത്കാരമാണ് ലക്ഷ്യം. കാമയ്ക്കയിൽ പോകുന്നെങ്കിൽ ശക്തിദേവിയുടെ പൂർണ്ണാനുഗ്രഹമാണ്, അല്ലെങ്കിൽ താരാദേവിയുടെ അനുഗ്രഹമായിരിക്കാം ലക്ഷ്യം. അങ്ങനെ ഓരോ പർവ്വതങ്ങൾക്കും ഓരോ ശക്തി കേന്ദ്രങ്ങൾക്കും ഓരോ ദേവതമാർക്കനുസരിച്ചുള്ള ശക്തി വ്യതിയാനങ്ങളും അതിനനുസരിച്ചുള്ള ആത്മീയ ക്രിയകളുമുണ്ട്. അതുമായി നമ്മളുടെ ആത്മീയത ഒന്നായി പോകുന്നു എന്ന് നോക്കി, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ആത്മീയ കേന്ദ്രമാണോ എന്ന് നോക്കിയാണ് പല ഋഷിമാരും അല്ലെങ്കിൽ പല ഗുരുക്കന്മാരും യോഗിമാരുമൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇനി വേറെ ഒരു വലിയ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, പലരും ഈ മലകൾ അല്ലെങ്കിൽ ഈ പർവ്വത നിരകൾ തിരഞ്ഞെടുക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, പ്രകൃതിയാൽ തന്നെ പല ഗുഹകളും ഒരു വീടിൻ്റെ രൂപത്തിൽ, ഒരു ഗൃഹത്തിൻ്റെ രൂപത്തിൽ അവിടെ നിർമ്മിതമായതുകൊണ്ട് തന്നെ വേറെ ഒരു വീടോ അല്ലെങ്കിൽ ഒരു ഗൃഹമോ ഒരു അടച്ചുറപ്പുള്ള ഒന്നിൻ്റെയും ആവശ്യമില്ല. പ്രകൃതിയാൽ തന്നെ പ്രകൃതിയുമായി ഒന്നു ചേർന്ന് തപസ് ചെയ്യാനും പലതരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാനും പ്രകൃതി തന്നെ ഒരു ഗുഹ അവർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അറിയാം, ഇപ്പോൾ മരുത്വാമലയിൽ ചെന്നാൽ ശ്രീനാരായണ ഗുരുദേവൻ തപസ് ചെയ്ത ആ ഗുഹയുടെ പേര് പിള്ളത്തടം എന്നാണ്. അതായത് ഒരു മകനെ എങ്ങനെയാണോ അല്ലെങ്കിൽ ഒരു കുട്ടിയെ എങ്ങനെയാണോ ഒരു അമ്മ ഉദരത്തിൽ ചുമക്കുന്നത്, അതുപോലെ പ്രകൃതിയാകുന്ന അമ്മ, പ്രകൃതിയാകുന്ന ആ പർവ്വതം മകനെ ചുമന്ന് അല്ലെങ്കിൽ അവന് വേണ്ട സംരക്ഷണം നൽകുന്ന ഗുഹ എന്ന പേരിലാണ് പിള്ളത്തടം എന്നുള്ള പേര് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു പുതുജീവനായിട്ടാണ്, അവിടെ നിന്ന് നമ്മൾ വീണ്ടും ജനിക്കുകയാണ് എന്നാണ് പറയുന്നത് പിള്ളത്തടം എന്ന ഗുഹയിൽ നിന്ന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ പ്രകൃതി മാതാവും, ഓരോ പർവ്വതമാകുന്ന ഓരോ മാതാവും തങ്ങളുടെ യോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി, ആത്മീയത തേടി വരുന്ന മക്കൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന സമ്മാനമാണ്, അവർക്ക് വേണ്ടിയുള്ള കരുതലാണ് പല ഗുഹകളും എന്ന് പറയാം. അതവർക്കൊരു സംരക്ഷണ കവചമാണ്. ഇതൊക്കെ ഒരു കാരണമാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പഞ്ചഭൂതങ്ങളുമായി അടുത്തു നിൽക്കാൻ അല്ലെങ്കിൽ ആത്മീയമായി ചേർന്ന് പോകാൻ ഇതിലും നല്ല മാർഗമില്ല. നമ്മൾ പ്രകൃതിയുമായി ഒന്നായാണ്, പ്രകൃതിയിലുള്ള പഞ്ചഭൂതങ്ങളുമായി ഒന്നായാണ് നമ്മൾ പല സാധനകളും, മന്ത്രസാധനങ്ങളും അല്ലെങ്കിൽ പലതരത്തിലുള്ള യോഗാ സാധനങ്ങളും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിലൊരു വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, പല യോഗിവര്യന്മാരുടെയും ഗുരുക്കന്മാരുടെയും സന്യാസിമാരുടെയൊക്കെ ഗുരു നിലകൊള്ളുന്നത് ഇങ്ങനെയുള്ള പല മലകളിലുമാണ്. യഥാർത്ഥ സന്യാസിമാരെ കാണണമെങ്കിൽ ആശ്രമങ്ങളിലല്ല, ഇതുപോലുള്ള പർവ്വത നിരകളുടെ മുകളിലെത്തണം, പർവ്വതങ്ങളിലെത്തണം. അവിടെയെല്ലാം പല രൂപത്തിൽ, പല ഭാവത്തിൽ, നമ്മൾ പോലും കാണാത്ത രീതിയിൽ പല സിദ്ധന്മാരും യോഗിമാരും ഒക്കെ തപസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അരുണാചലത്തിൽ പോകുമ്പോൾ പലരും പറയും, ഒരു നായയെ കണ്ടാൽ പോലും കല്ലെടുത്തെറിയത് അത് ചിലപ്പോൾ ഒരു സിദ്ധനായിരിക്കാം. പല രൂപത്തിലും പല ഭാവത്തിലും അവർ നടക്കാറുണ്ട്, മറ്റുള്ളവരുടെ കണ്ണിൽ നിന്ന് വ്യത്യാസപ്പെട്ട്. കണ്ണിൽ കാണാതെ, നമുക്ക് കാണാൻ സാധിക്കില്ല, അവരുടെ ആത്മീയ തേജസ് അത്ര വലുതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ പല ആത്മീയ ഉൾവിളികളും കൊണ്ട് ഗുരുക്കന്മാരെ തിരഞ്ഞു പോകുന്നതും ഇതുപോലുള്ള പർവ്വതങ്ങളിലാണ്. യഥാർത്ഥത്തിൽ ഗുരുവിനെ വേണ്ട ഒരാൾ ശരിക്കും പോകുന്ന സ്ഥലം ഇതുപോലുള്ള നിഗൂഢമായ വനങ്ങളും നിഗൂഢമായിട്ടുള്ള പർവ്വതങ്ങളുമൊക്കെയാണ്. അയാൾക്ക് ആത്മീയമായ ഒരു അറിവുണ്ടെങ്കിൽ തീർച്ചയുണ്ടായിരിക്കും. പലർക്കും പല സ്വപ്ന ദർശനമായി കൊണ്ടും അല്ലെങ്കിൽ ഉൾവിളികൾ കൊണ്ടും ഒക്കെ പല സാഹചര്യങ്ങളിൽ എത്തിപ്പെടുകയും അങ്ങനെ പലപ്പോഴും ഗുരുക്കന്മാരെ കണ്ടുമുട്ടുകയും ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇങ്ങനെയുള്ള വനങ്ങളിലും പർവ്വതങ്ങളിലും ഒക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക. പർവ്വതങ്ങളെ നമ്മൾ
ഭൂമിയുടെ തന്നെ സഹസ്രാരം എന്നും വിളിക്കാറുണ്ട്. സഹസ്രാരം എന്ന് പറയുന്നത് ആത്മീയതയുടെ അവസാന വാക്കാണ്. യോഗം, നമ്മൾ യോഗയിലൂടെ ഉദ്ദേശിക്കുന്ന യോഗം നടക്കുന്നത് അവിടെ വെച്ചാണ്. ജീവാത്മാവും പരമാത്മാവും ശിവനും ശക്തിയും തമ്മിലുള്ള യോഗം നടക്കുന്നത് അവിടെ വെച്ചാണ്. അങ്ങനെയും പല ആത്മീയ മാനങ്ങൾ നമ്മൾക്ക് പർവ്വതങ്ങൾക്ക് കൽപ്പിച്ച് നൽകാൻ സാധിക്കും. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ, എണ്ണിയാലൊടുങ്ങാത്ത പ്രത്യേകതകൾ പല മലനിരകൾക്കുമുണ്ട്, പർവ്വത നിരകൾക്കുമുണ്ട്. എല്ലാ പർവ്വതനിരകൾക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. ആത്മീയമായി ആ ഭഗവാന്റെ അല്ലെങ്കിൽ ആ ദേവൻ്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന എല്ലാ പർവ്വതങ്ങൾക്കും ഇതുപോലുള്ള പ്രത്യേകതകളുമുണ്ട്.